അപ്പോൾ ഈ 4 മൊഡ്യൂളുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കുക. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പ്ലസ് മെറ്റീരിയൽ സയൻസ്. നമുക്ക് നോൺ ടെക്നിക്കൽ പാർട്ടും ടെക്നിക്കൽ പാർട്ടും പഠിക്കണം അല്ലേ. നോൺ ടെക്നിക്കലിൽ നിന്ന് നമുക്ക് CBT1 കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. മേ ബി നമുക്ക് സമയം ഒരുപാട് കിട്ടിയാൽ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷേ ആ 90 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ CBT1 പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, CBT2 എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ RRB JEE എക്സാമിന് പഠിക്കുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഹായ്, വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ നമുക്കറിയാം 2024 എന്ന് പറയുന്ന ഈ വർഷത്തിൽ റെയിൽവേയിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അതായത് RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു. RRB ടെക്നീഷ്യൻ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 എന്നുള്ള രീതിയിൽ 2 രീതിയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം അല്ലേ, RRB ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ നമ്മുടെ RRBയുടെ എക്സാം കലണ്ടർ പ്രകാരം നമുക്ക് ജൂലൈയിലൂടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഓൾറെഡി റെയിൽവേയിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ RRB ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടി എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തുടങ്ങാനായി ഇരിക്കുന്നു. അപ്പോൾ ഇവർക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, കണ്ടൻ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് നമുക്ക് നോൺ ടെക്നിക്കൽ പാർട്ടും ടെക്നിക്കൽ പാർട്ടും പഠിക്കണം അല്ലേ. നോൺ ടെക്നിക്കലിൽ നിന്ന് നമുക്ക് CBT1 കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. CBT2 നോൺ ടെക്നിക്കൽ പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളും. അപ്പോൾ നമ്മൾ ഇപ്പം മെക്കാനിക്കൽ സ്ട്രീമുകാർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമുകാർക്ക് ടെക്നിക്കൽ പാർട്ട് അവിടെ നമുക്ക് 100 ചോദ്യങ്ങളാണ് CBT2 അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ആ 100 ക്വസ്റ്റ്യൻസിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് CBT2 ഒരു ഹൈ സ്കോറിലേക്ക് പോകാൻ സാധിക്കൂ. ഇപ്പം നമ്മുടെ സിലബസിൽ ഒരുപാട് സബ്ജക്ട്സുകൾ നമുക്ക് തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് 2019 സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിലബസ് വെച്ച് തന്നെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്ട്സുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ 2019 നടന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ആ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്കറിയാം അവിടെ 4 ഷിഫ്റ്റുകളിലായി 4 ദിവസങ്ങളിലായിട്ടാണ് RRB JEE എക്സാം CBT2 എക്സാം നടന്നത്. അപ്പോൾ അതിൽ ടെക്നിക്കൽ പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ, അത് ഏതൊക്കെ സബ്ജക്ട്സിൽ നിന്നുള്ള വെയിറ്റേജ്, ഏത് സബ്ജക്ട്സിന് നമുക്ക് വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ആ 2019 എക്സാം പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ 2024 ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് ആ ഒരു എക്സാം അനാലിസിസ്, ആ ഒരു സബ്ജക്ട് വെയിറ്റേജ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ജൂലൈയിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു. എക്സാം 2024 അവസാനത്തോടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു എക്സാം നമുക്കറിയാം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ടാക്കിൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ തുടങ്ങുക. നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ, എക്സാം ഡേറ്റ് ഏകദേശം എന്നാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമായി കാണുക. അതിനനുസരിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോൺ ടെക്നിക്കൽ പാർട്ടും ടെക്നിക്കൽ പാർട്ടും പഠിച്ചു തന്നെ പോവുക. സിലബസ് കംപ്ലീറ്റ് പഠിച്ച് എക്സാം ഹോളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. കാരണം ഒരുപാട് യാതൊരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അവസാന സമയത്തേക്ക് നമ്മൾ പ്രിപ്പറേഷൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോകും അല്ലേ. അപ്പോൾ മേ ബി നമുക്ക് കിട്ടിയൊരു അവസരമാണ്, ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഈ ഒരു 2019 ആ ഒരു പേപ്പർ നമുക്ക് അനലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ സബ്ജക്ട് വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോകാം. നമുക്ക് RRB ജൂനിയർ എഞ്ചിനീയർ 2 സ്റ്റേജുകളിലായിട്ടാണ് നടക്കുന്നത് അല്ലേ. CBT1 ഉണ്ട്, അതേപോലെ തന്നെ CBT2 ഉണ്ട്. CBT1 കംപ്ലീറ്റ്ലി നമുക്കറിയാം നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ടെക്നിക്കൽ പാർട്ടുമായി യാതൊരു ബന്ധവുമില്ല, കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസുകളാണ്. അതിൻ്റെ മാർക്ക് ഡിവിഷൻ നമുക്ക് ഓൾറെഡി അറിയാം. മാത്തമാറ്റിക്സിൽ നിന്ന് 30 ചോദ്യങ്ങളുണ്ട്, 30 മാർക്ക്. അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ചോദ്യങ്ങൾ, 25 മാർക്ക്. ജനറൽ അവയർനെസ്സിൽ നിന്ന് 15 ചോദ്യങ്ങൾ. ജനറൽ സയൻസ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ
അതിൽ നിന്ന് 30 ചോദ്യങ്ങൾ. അങ്ങനെ നമുക്ക് ടോട്ടൽ 100 മാർക്സ് ആണ് RRBJയുടെ CBT 1-ലുള്ളത്. നമുക്ക് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ് അല്ലെ, 1.5 hour. അപ്പോൾ 90 മിനിറ്റുകൾ കൊണ്ട് നമുക്ക് 100 ചോദ്യങ്ങളാണ് അവിടെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ ആയിരിക്കും. മോസ്റ്റ്ലി നമ്മൾ ഈ ജനറൽ അവയർനെസ് സെഷനും ജനറൽ സയൻസും ഇത് രണ്ടും നമ്മൾ ഓൾറെഡി സിലബസിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് കണ്ടന്റുകൾ പഠിച്ചു പോയാൽ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അവിടെ ആൻസർ ചെയ്യാൻ സാധിക്കും. കാരണം അറിയാവുന്ന കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ സമയങ്ങൾ പോകേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് പോകാൻ പറ്റും. ഇവിടെ ടൈം കൺസ്യൂമിങ് സെഷൻസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സും അതേപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടന്റുകൾ 30ഉം 25ഉം മൊത്തവും 55 ചോദ്യങ്ങൾ അല്ലെ, ഇത് നമ്മൾ മാത്സ് അതേപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഇത് നമ്മൾ മാക്സിമം ടൈം നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ മാത്രമേ ഈ ചോദ്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഹൈ ആക്യുറസിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. മേ ബി നമുക്ക് സമയം ഒരുപാട് കിട്ടിയാൽ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിലേ ഉള്ളൂ. പക്ഷേ ആ 90 മിനിറ്റ്സിനുള്ളിൽ മാക്സിമം ആക്യുറസിയിൽ ആൻസറിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ അത് നല്ല രീതിയിൽ കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, സ്പീഡ് കൂടും. നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് ഈ ഒരു വേയിൽ പോയാൽ നമുക്ക് ആൻസർ കിട്ടുമെന്ന് നമുക്ക് ആ എക്സാം ഹോളിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരണം. അതിന് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യണം. സോ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഈ ടൈം ലിമിറ്റിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ് നമ്മുടെ CBT 1 എന്ന് പറയുന്ന സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. നോർമലി ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് നമുക്ക് 2024 വരാൻ പോകുന്ന RRBJയിലും ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇനി നമ്മൾ നമ്മുടെ CBT 2ലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. CBT 2-ൽ നമുക്ക് ടോട്ടൽ 150 ചോദ്യങ്ങളാണുള്ളത്. 150. ഇവിടെയും നമുക്ക് നോൺ ടെക്നിക്കൽ പാർട്ടുകൾ വരുന്നുള്ളൂ. ശ്രദ്ധിക്കുക, ജനറൽ അവയർനെസ്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി CBT 1-ൽ പഠിക്കുന്ന അതേ കണ്ടന്റുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും അത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ CBT 1-ൽ നമ്മൾ ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് CBT 2-ൽ ആ ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് യൂസ് ആയിട്ട് വരും 15 മാർക്ക്. അതായത് 30 ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ CBT 1-ൽ പഠിച്ച കണ്ടന്റുകൾ തന്നെ നമുക്ക് CBT 2-നും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതേപോലെ ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് വരുന്ന 2 കണ്ടന്റുകൾ, CBT 2-ന് മാത്രം വരുന്ന 2 കണ്ടന്റുകൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. ഇതിൽ നിന്ന് 10 ചോദ്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ 20 ചോദ്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് CBT 2-ന് വേണ്ടി പഠിക്കണം. ഇത് കൂടാതെ അങ്ങനെ 50 ചോദ്യങ്ങളാണ് നോൺ ടെക്നിക്കൽ പാർട്ടിൽ നിന്ന് CBT 2-ന് വരുന്നത്. അതിൽ 30 ചോദ്യം ഓൾറെഡി നമ്മൾ CBT 1-ൽ നമ്മുടെ CBT 1 സ്റ്റേജിന് വേണ്ടി നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത് തന്നെയാണ്. അതൊന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദെൻ റിമൈനിങ് 20 മാർക്സ് നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോളും നമുക്ക് പഠിക്കണം. ഓക്കെ, ഇത് കൂടാതെ റിമൈനിങ് ആയിട്ടുള്ള 100 മാർക്സ്, ഇവിടെയാണ് നമ്മുടെ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ കിടക്കുന്നത്. ടെക്നിക്കൽ എബിലിറ്റീസ്, നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമുകാർക്ക് മെക്കാനിക്കലിന്റെ കോർ സബ്ജക്റ്റുകളിൽ നിന്ന് 100 ചോദ്യങ്ങളാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ 100 ചോദ്യങ്ങൾ ടെക്നിക്കലിൽ നിന്നും 50 ചോദ്യങ്ങൾ നോൺ ടെക്നിക്കൽ, അങ്ങനെ കംപ്ലീറ്റ് 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്സ് ആണ് നമുക്ക് RRBJEE CBT 2-ന് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരാൻ പോകുന്നത് എന്താണ്, ടെക്നിക്കൽ എബിലിറ്റീസ്, നമ്മുടെ മെക്കാനിക്കലിന്റെ കോർ സബ്ജക്റ്റിൽ നിന്നുള്ള നമ്മുടെ ചോദ്യങ്ങളാണ്. അതായത് അത് മാക്സിമം നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഈ നോൺ ടെക്നിക്കൽ പാർട്ട് ഓൾറെഡി CBT 1 ഒക്കെ പഠിക്കുന്ന ടൈം തന്നെ നിങ്ങൾക്കത് പഠിച്ചത് തന്നെയാണ്. സോ മാക്സിമം ഇതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോറബിൾ ആണ്. പക്ഷേ ഈ ടെക്നിക്കൽ പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CBT 1-ന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിതിൻ 1.5 month CBT 2 എക്സാം നമുക്ക് വരികയാണ് അല്ലേ. അപ്പോൾ ആ ഒരു 1.5 മാസം കൊണ്ട് മാത്രം നമുക്ക് ഈ 100 മാർക്ക് നമ്മുടെ ടെക്നിക്കലിന്റെ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ CBT 1 പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, CBT 2 എന്ത് ചെയ്യുക, പഠിച്ചു തന്നെ പോവുക. CBT 2 നമ്മുടെ മെക്കാനിക്കലിന്റെ കോർ സബ്ജക്റ്റുകൾ പാരലായിട്ട് തന്നെ പഠിച്ചു പോകുക. ഒരിക്കലും നിങ്ങൾ CBT 1 കഴിഞ്ഞ് ആ ഒരു 1 month കൊണ്ട് മാത്രം CBT 2 പഠിക്കാനായിട്ട് നിൽക്കരുത്. നമ്മുടെ മുന്നിലുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നമുക്ക് മിസ്സായി പോകുന്നത്.
അതുകൊണ്ട് തന്നെ പാരലി നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം മെക്കാനിക്കലിന്റെ കോർ സബ്ജക്റ്റുകൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, സബ്ജക്ട്സുകൾ വീഡിയോ ലെക്ചേഴ്സ് കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് കംപ്ലീറ്റ് സിലബസ് എങ്കിലും നിങ്ങളൊന്ന് കവർ ചെയ്ത് വെക്കുക. ദെൻ ആ ഒരു CBT 1 ശേഷമുള്ള ആ ഒരു 1.5 മാസം നമ്മൾ എന്ത് ചെയ്യുക, അത് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ സബ്ജക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് നല്ല എന്ത് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് ഈ ടെക്നിക്കൽ സബ്ജക്ട്സ് നമുക്കറിയാം ഒരുപാട് സിലബസിൽ നമ്മുടെ ഓൾമോസ്റ്റ് കുറേ സബ്ജക്ട്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2019 ആ 4 ഷിഫ്റ്റുകളിലായി എക്സാം നടന്നതിൽ ഓരോ സബ്ജക്ട്സിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം, അപ്പോൾ അതിനകത്ത് നമുക്ക് സബ്ജക്റ്റിന്റെ വെയിറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെയാണ് വന്നത് എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2019 നടന്ന RRB ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ ടെക്നിക്കൽ പാർട്ട് ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കേ. സബ്ജക്ട്സ് ഓക്കെ, 4 ഷിഫ്റ്റുകൾ 4 ദിവസങ്ങളിലായിട്ടാണ് CBT 2 എക്സാം നടന്നത്. അപ്പോൾ 4 ഷിഫ്റ്റുകളിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ എക്സാം ക്വസ്റ്റ്യൻസുകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ കോർ സബ്ജക്റ്റുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൽ നിന്ന് ഷിഫ്റ്റ് 1 4 ചോദ്യങ്ങളാണ് ചോദിച്ചത്, ഷിഫ്റ്റ് 2 6, ഷിഫ്റ്റ് 3 5, ഷിഫ്റ്റ് 4 6 അല്ലേ. അപ്പോൾ ഓൺ ആൻ ആവറേജ് തെർമോഡൈനാമിക്സിൽ നിന്ന് നമുക്കൊരു 5 ചോദ്യം എന്ത് ചെയ്തു, തെർമോഡൈനാമിക്സിൽ നിന്ന് നമുക്ക് RRBJയുടെ പല ഷിഫ്റ്റുകളിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തെർമൽ എഞ്ചിനീയറിംഗിൽ വരുന്ന സബ്ജക്റ്റുകളാണ് നമുക്കറിയാം. തെർമോഡൈനാമിക്സ് ഉണ്ട്, അവിടെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ഉണ്ട്, IC എഞ്ചിൻ ഉണ്ട് അല്ലേ, പിന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഹീറ്റ് ട്രാൻസ്ഫർ, അതേപോലെ തന്നെ പവർ പ്ലാന്റ്, അങ്ങനെയുള്ള കുറേ സബ്ജക്റ്റുകളുടെ കോമ്പിനേഷനാണ് തെർമൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ തെർമോഡൈനാമിക്സിൽ നിന്ന് ആവറേജ് നമുക്കൊരു 5 ചോദ്യം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഓൺ ആൻ ആവറേജ് ഓരോ ഷിഫ്റ്റുകളിലായി 3, 2, 2, 2 എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, റെഫ്രിജറേഷൻ സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് സിലബസിലുള്ളത്. അവിടെ നിന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓരോ സ്ട്രീമിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 3, 2, 1, 1 എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ദെൻ IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലേ, നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗ് സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെയും ചോദ്യങ്ങൾ 3, 5, 4, 5 എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ. അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്ട് ഞാൻ ഓൾറെഡി നെക്സ്റ്റ് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്നും ചില ഷിഫ്റ്റുകളിലായി 1, 2 ചോദ്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്ക് തെർമൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് നമുക്ക് ഒരു 15 to 18 ക്വസ്റ്റ്യൻസുകൾ എല്ലാ തെർമൽ എഞ്ചിനീയറിംഗിന്റെ കംപ്ലീറ്റ് മൊഡ്യൂൾ, തെർമോഡൈനാമിക്സ്, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്, RAC, ഹീറ്റ് ട്രാൻസ്ഫർ, IC എഞ്ചിൻ, ഇതൊക്കെ ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 15 to 18 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് തെർമൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. 2019 എക്സാം അനാലിസിസിൽ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിലാണ് മനസ്സിലാക്കുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, അതേപോലെ നമ്മൾ അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ RRBJയുടെ സിലബസിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ഒരു മൊഡ്യൂളായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2019 നോക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് ഷിഫ്റ്റ് 1 11, ഷിഫ്റ്റ് 2 10, ഷിഫ്റ്റ് 3 10, ഷിഫ്റ്റ് 4 9 ചോദ്യമാണ് വന്നത് അല്ലേ. ഹൈഡ്രോളിക് മെഷീൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പമ്പുകളും സെൻട്രിഫ്യൂഗൽ, റെസിപ്രോക്കേറ്റിംഗ്, ടർബൈൻ ഒക്കെ പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ലിമിറ്റഡ് ആയിട്ട് 2, 3, 2, 2 എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 12 to 13 ക്വസ്റ്റ്യൻസുകൾ അല്ലേ, നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസും കൂടെ ക്ലബ് ചെയ്യുവാണെങ്കിൽ ഒരു 12 to 13 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് 2019 ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം, പല ഷിഫ്റ്റുകളിലായി ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടു തെർമൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂളിൽ നിന്ന് ഓൺ ആൻ ആവറേജ് 15 to 18 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് 2019 കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് സബ്ജക്ട്സിൽ നിന്ന് ഓൺ ആൻ ആവറേജ് നമുക്കൊരു 13 to 15 അല്ലേ, 13 to 15 ക്വസ്റ്റ്യൻസ് ഓൺ ആൻ ആവറേജ് നമുക്ക് പറയാം. 12 to 13 ഓൺ ആൻ ആവറേജ് 12 to 13 പറയാം അല്ലെ, 12 to 13 പറയാം ഓൺ ആൻ ആവറേജ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്ന്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ RRBJE എക്സാമിന് പഠിക്കുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് RRBJE എക്സാമിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 2019 നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഷിഫ്റ്റ് 1 35 ചോദ്യമാണ്,
ഷിഫ്റ്റ് 2 33, ഷിഫ്റ്റ് 3 38, ഷിഫ്റ്റ് 4 32 കേട്ടോ. എബവ് 30% ക്വസ്റ്റ്യൻസുകളും നമുക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്നാണ് 2019 ചോദിച്ചത്. നമ്മുടെ സിലബസിലും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ വെയിറ്റേജ് കൂടുതലാണ് അല്ലേ? കാരണം നിങ്ങൾക്ക് തന്നെ സിലബസ് നോക്കുമ്പോൾ വെൽഡിങ്, മെഷീനിങ്, ഗ്രൈൻഡിങ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, കട്ടിംഗ് ഫ്ലൂയിഡ്സുകൾ, അതിന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ സിലബസിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം തന്നെ, അതിൽ യാതൊരു കാരണവശാലും ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യരുത്, എല്ലാം തന്നെ പഠിക്കുക. കാരണം 30% ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാ ഷിഫ്റ്റുകളിലും എബവ് 30. ഷിഫ്റ്റ് 3 38 ചോദ്യങ്ങളാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ടോപ്പിക് അവിടെ നിന്ന് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, RAC ഒക്കെ നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ദെൻ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ നോക്കാം, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റീരിയൽ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നിന്ന് മാത്രം ഷിഫ്റ്റ് 1 8, ഷിഫ്റ്റ് 2 7, ഷിഫ്റ്റ് 3 9, ഷിഫ്റ്റ് 4 10 ചോദ്യങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നിന്ന് മാത്രം ചോദിച്ചു. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടു, എബവ് 30 ക്വസ്റ്റ്യൻസ്. അത് കൂടാതെ എഞ്ചിനീയറിംഗ് മെറ്റീരിയലുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സബ്ജക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് തന്നെ പോവുക. ദെൻ ഈ രണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ശ്രദ്ധിക്കേണ്ട രണ്ട് സബ്ജക്റ്റുകളാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾക്ക് ഫോഴ്സ് സിസ്റ്റം, ഫ്രിക്ഷൻ അല്ലേ, അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കാനുണ്ട്. അതേപോലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഈ രണ്ട് സബ്ജക്റ്റിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് 10, 11, 12, 11 ഓൺ ആൻ ആവറേജ് ഒരു 11 ക്വസ്റ്റ്യൻസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എല്ലാ ഷിഫ്റ്റുകളിലും ഉണ്ടായിരുന്നു. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നോക്കുവാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 10 ചോദ്യം അല്ലേ, അല്ലെങ്കിൽ 9 ചോദ്യത്തോളം നമുക്ക് എഞ്ചിനീയർ മെക്കാനിക്സ്. അപ്പോൾ എഞ്ചിനീയർ മെക്കാനിക്സ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും കൂടെ നോക്കുവാണെങ്കിൽ ഈ രണ്ട് സബ്ജക്റ്റ് കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓൺ ആൻ ആവറേജ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ഈ രണ്ട് സബ്ജക്റ്റുകൾ ക്ലബ്ബ് ചെയ്ത് നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ RRB JEE 2019 നോക്കുവാണെങ്കിൽ ഓൺ ആൻ ആവറേജ് 20 ക്വസ്റ്റ്യൻസ് രണ്ട് സബ്ജക്റ്റും കൂടെ ക്ലബ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് സബ്ജക്റ്റ് തന്നെയാണ്. അവിടുന്ന് ഏകദേശം 10 ചോദ്യത്തോളം 9, 10 ഓൺ ആൻ ആവറേജ് 9 ക്വസ്റ്റ്യൻസ് നമുക്ക് 4 ഷിഫ്റ്റുകളിലും ചോദ്യ പേപ്പറിൽ കണ്ടു. അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഓൾറെഡി വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ തെർമൽ എഞ്ചിനീയറിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ദെൻ മെഷീൻ ഡിസൈനിൽ നിന്നും ഒരു 2 ചോദ്യം വെച്ച് എല്ലാ ഷിഫ്റ്റുകളിലും ഡിസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെയിറ്റേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ 100 ചോദ്യങ്ങളാണ് നമുക്ക് ടെക്നിക്കൽ സബ്ജക്ട്സിൽ നിന്നുള്ളത്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓൺ ആൻ ആവറേജ് നമുക്കൊരു 30 to 35 ക്വസ്റ്റ്യൻസ് RRB JEE 2019 അനാലിസിസിൽ നമുക്ക് മനസ്സിലാക്കാം. ഓൺ ആൻ ആവറേജ് ഒരു 30 മുതൽ 35 ചോദ്യങ്ങൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് 2019 ചോദിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 20 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ RRB JEE 2019 ഓൺ ആൻ ആവറേജ് 20 ചോദ്യം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും എഞ്ചിനീയറിംഗ് മെക്കാനിക്സും കൂടെ ക്ലബ്ബ് ചെയ്ത് നമുക്ക് ചോദിച്ചു അല്ലേ. അതേപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് മെറ്റീരിയൽ സയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം വേണമെങ്കിൽ അല്ലേ. മെറ്റീരിയൽ സയൻസിൽ നിന്ന് ഓൺ ആൻ ആവറേജ് ഒരു 10 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പറയാം പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പ്ലസ് മെറ്റീരിയൽ സയൻസ് ഓൺ ആൻ ആവറേജ് നമുക്കൊരു 40 to 45 ക്വസ്റ്റ്യൻസിന്റെ ഏകദേശം ഒരു ഹാഫ് പോർഷനോളം നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്തു 2019 ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നത്. സോ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ദെൻ നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ അല്ലെ, തെർമൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂളിൽ നിന്ന് ഓൺ ആൻ ആവറേജ് ഒരു 15 ചോദ്യം. അതേപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്ന് ഓൺ ആൻ ആവറേജ് ഒരു 15 ചോദ്യം. അപ്പോൾ ഈ 4 മൊഡ്യൂളുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കുക. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പ്ലസ് മെറ്റീരിയൽ സയൻസ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ക്ലബ് ചെയ്തുള്ളത്. അതേപോലെ തന്നെ തെർമൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ നിന്ന് ഏകദേശം ഒരു 15 ചോദ്യം, FM ഉം HM ഉം ഒരു 15 ചോദ്യം. 15 ഓൺ 15 to 20 ആണ്. ഇവിടെ നമുക്ക് 12 to 13 എന്നുള്ള രീതിയിൽ വരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് 2019 എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 2024 മേ ബി നമ്മളൊരു
ഈ ഒരു രീതിയിൽ വെയിറ്റേജ് വന്ന രീതിയിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോകാം. എങ്കിൽ തന്നെയും ചോദ്യങ്ങൾ നമുക്ക് 2019 ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസുകളാണ് മോസ്റ്റ്ലി എക്സാമിൽ ചോദിച്ചത്. ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. എങ്കിലും 2024 വരാൻ പോകുന്ന RRBJക്ക് നമുക്ക് ഡിപ്ലോമ ലെവൽ ആയതുകൊണ്ട് തന്നെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്കിൽ തന്നെയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഡയറക്റ്റ് ഇക്വേഷൻ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്ത് തന്നെ പോവുക. കാരണം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസുകളാണ്. അത് മാക്സിമം സ്കോർ ചെയ്യുന്നത്. കാരണം ബേസിക് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും അതിനോടൊപ്പം ആൻസർ ചെയ്ത് പോയാൽ അത് റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഹൈ മാർക്കിലേക്ക് പോകാൻ പറ്റും. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കി തന്നെ പോകുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് 2019 പേപ്പർ നോക്കുവാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു വെയിറ്റേജിലൂടെയാണ് 2019 RRBJയുടെ ടെക്നിക്കൽ പാർട്ടിലെ ക്വസ്റ്റ്യൻസുകൾ പോയത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്നിക്കൽ സബ്ജക്ട്സിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമും അതിൻ്റെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9048777244 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതർവൈസ് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിരുന്നാൽ മതി. അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്ത് തരും. എൻട്രിയിൽ ഓൾറെഡി RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോൾഡ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഗോൾഡ് ബാച്ചിലൂടെ കുട്ടികളുമായി ഡിസ്കസ് ചെയ്ത് കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കാണും. ആ സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ലൈവ് ബാച്ചിൽ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. സോ RRBJയുടെ ഗോൾഡ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു.